എല്ലാവർക്കും സ്നേഹപൂർവം ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് നമുക്കെല്ലാം വലിയ പ്രത്യാശ നൽകുന്ന തിരുനാളാണ്. ജീവിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണല്ലോ പ്രത്യാശ. പ്രത്യാശയില്ലെങ്കിൽ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാനായിട്ടാവും? പലപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഇച്ഛാഭംഗങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. നമ്മുടെ കർത്താവ് നമുക്കായിട്ട് നൽകുന്ന ഈ പ്രത്യാശ അത് എല്ലാം ശരിയാകും എന്ന് പറയുന്ന ഒരു സാധാരണ പ്രതീക്ഷയല്ല. മറിച്ച് ഈശോ മിശിഹായിൽ ഐക്യപ്പെടുന്നവൻ മരണത്തെ അതിജീവിക്കും, അവൻ ഉത്ഥാനത്തിൽ നമ്മുടെ കർത്താവിനോടൊപ്പമായിരിക്കും എന്നുള്ള യഥാർത്ഥമായ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് ഉയർപ്പ് നമുക്ക് നൽകുന്നത്. അത് കൂടുതൽ ധൈര്യമുള്ളവരാകാനും കൂടുതൽ ഉറപ്പോടെ ജീവിക്കാനും നമ്മളെ സഹായിക്കുകയാണ്. ജീവിതത്തിലെ കുരിശുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുരിശുകളെ ഒഴിവാക്കാനായി നെട്ടോട്ടമോടാതെ കുരിശുകൾക്കപ്പുറത്ത് മഹത്വത്തിൻ്റെ പാതയിൽ കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നു എന്ന സന്ദേശമാണ് ഈ ഉത്ഥാനം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനസ്സിൽ പ്രത്യാശ നിറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ടാകുന്നു, അതുപോലെ ആനന്ദത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു, സംതൃപ്തിയോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. നമുക്കിന്നെല്ലാം ഉണ്ടെങ്കിലും പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒന്ന് സംതൃപ്തിയാണെന്ന് തോന്നാറുണ്ട്. സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ ഇല്ലാതെ പോകുന്നത് ഒരു സംതൃപ്തിയാണ്. എനിക്കിത് മതി എന്ന് പറയാൻ സാധിക്കുന്നില്ല, എനിക്ക് ദൈവം തന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ പ്രത്യാശ നിറയുമ്പോൾ എല്ലാ വേദനകളെയും അല്ലെങ്കിൽ എല്ലാ നിഷേധാത്മകമായ കാര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് ഈശോയുമായി ഐക്യപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശയുടെ അനുഭവം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയുകയാണ്, അത് സംതൃപ്തിയിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയിൽ ജീവിക്കുന്നവന് ഭയമില്ല. നമ്മൾ ഓർക്കണം, ആദിമ സഭയുടെ ജീവിതത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ എത്രമാത്രം പീഡനങ്ങളിലൂടെ സഭ കടന്നുപോയി. പക്ഷേ പീഡിപ്പിക്കപ്പെട്ടവർ അവരാരും ഭയപ്പെട്ടു മാറിയില്ല. അവരെല്ലാം വലിയ പ്രത്യാശയോടെ കാത്തിരുന്നു. അതുകൊണ്ടെന്താ, 21 നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയേറിയ സന്ദേശമായി നമ്മുടെ കർത്താവിൻ്റെ ജീവിതം കടന്നു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉത്ഥാന തിരുനാൾ നമുക്കെല്ലാവർക്കും വലിയ പ്രത്യാശയുടെ ഒരു ദിനമാണ്. അത് വളരെ കേവലം ഭൗതികമായ ഒരു പ്രത്യാശയല്ല, മറിച്ച് ഈശോ മിശിഹായുമായി ഐക്യപ്പെടുന്നവർ തങ്ങളുടെ സഹനങ്ങളിലും വേദനകളിലും കുരിശുകളിലും അവർ സ്വർഗീയമായ പ്രത്യാശയുടെ അടയാളങ്ങളായി ജീവിക്കുന്നു എന്ന ഒരു വലിയ ബോധ്യമാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഈ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഉത്ഥാനത്തിൻ്റെ ആനന്ദത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.